വാർഷികാഘോഷവും പഠനോത്സവവും കരവാളൂർ ഗവൺമെന്റ് LPSൽ സംഘടിപ്പിച്ചു. 100ാമത് വാർഷികാഘോഷവും പാഠ്യേതര വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ കഴിവുകൾ പരിപോഷിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പഠനോത്സവം എന്ന പരിപാടി സംഘടിപ്പിച്ചത്. കരവാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് R. ലതികമ്മ ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. കൊട്ടാരക്കരയിൽ 1 രൂപയ്ക്ക് ബ്രാൻഡഡ് ടീഷർട്ട് 500 പേർക്ക്. കുട്ടികളൊക്കെ ഏറെ സന്തോഷത്തിലാണ്. രാവിലെ മുതൽ തന്നെ അവര് പലവിധ കലാപരിപാടികളും ഒക്കെ അവതരിപ്പിച്ചു. ഇനി അവരുടെ മുന്നിൽ ഇരിക്കുന്ന ഈ ട്രോഫികളും അവാർഡുകളും ഒക്കെ ഏറ്റുവാങ്ങാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പൊ അതിനിടയിൽ നമ്മൾ വലിയൊരു പ്രസംഗത്തിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഇവിടെ ഈ സ്കൂളിൽ നടക്കുന്ന ഏകദേശം എല്ലാ പരിപാടികളിലും ഞാനും പങ്കെടുക്കുകയും നമ്മളുമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിലുപരി ഇന്നത്തെ നമ്മുടെ സ്വാഗത പ്രസംഗം ചെയ്ത പ്രിയപ്പെട്ട HM അതിലുപരിയായിട്ട് റിപ്പോർട്ട് അവതരിച്ച ജോമ ടീച്ചറും സ്കൂളിന്റെ ഒരു അധ്യയന വർഷത്തെ എല്ലാ വിവരങ്ങളും നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയുണ്ടായി. അപ്പം പാഠ്യവിഷയങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ പാഠ്യേതര വിഷയങ്ങളെ കുറിച്ചും ശാസ്ത്രമേള, മറ്റ് കലോത്സവങ്ങൾ എന്തെല്ലാം സ്കൂളിൽ ഈ ഒരു വർഷം നടത്തിയിട്ടുണ്ടോ അതിനെക്കുറിച്ചൊക്കെ ഉള്ള നല്ലൊരു വിവരണമാണ് നമുക്ക് കാട്ടിത്തന്നത്. അപ്പൊ അതനുസരിച്ച് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങളെ കുറിച്ചുമൊക്കെ നമ്മുടെ HM സൂചിപ്പിക്കുകയുണ്ടായി. അടിസ്ഥാന സൗകര്യത്തിന് കുറച്ച് സ്ഥലമുള്ള ഒരു സ്കൂളാണ്. നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം 4 ഗവൺമെന്റ് LP സ്കൂളുകളാണ് ഉള്ളത്. അതിലെനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ സ്ഥല സൗകര്യമുള്ള ഒരു സ്കൂൾ തന്നെയാണ് കരവാളൂർ LPS. അപ്പൊ ഇവിടെ ഏറ്റവും നല്ല രീതിയിൽ ആധുനിക രീതിയിൽ തന്നെ ഒരു കെട്ടിടം സ്കൂളിന് വേണ്ടിയിട്ട് വെച്ചു കൊടുക്കുകയും അതിന്റെ ബാക്കി കാര്യങ്ങൾ ഉടൻ ഈ വരുന്ന സാമ്പത്തിക വർഷത്തിൽ തന്നെ പൂർത്തീകരിക്കാൻ സാധിക്കും എന്ന് എനിക്ക് ബോധ്യമുണ്ട്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ K. ഷാജി മുഖ്യ അതിഥിയായിരുന്നു. രാവിലെ 9:30 ഹെഡ് മിസ്ട്രസ് പ്രീത K. പതാക ഉയർത്തിയതോടുകൂടിയാണ് പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. ബേബി, അക്ഷര, ഷൈൻ ഈശ്വര പ്രാർത്ഥന നടത്തി. PTA പ്രസിഡന്റ് കാൻഡിഡ ഫെർണാണ്ടസ് അധ്യക്ഷത വഹിച്ചു. പ്രഥമ അധ്യാപിക പ്രീത K. സ്വാഗതം പറഞ്ഞു. നമ്മുടെ സ്കൂളിലെ ഒരുപാട് പരിമിതികളുണ്ട്. അതിലുപരിയായി പോസിറ്റീവ് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ സബ് ജില്ലയിൽ മാത്രമല്ല, നമ്മുടെ ജില്ലയിൽ പോലും ഇത്രയും നല്ലൊരു കെട്ടിടം വേറെ ഒരു സ്കൂളിനുമില്ല. 11 ക്ലാസ് മുറികളോട് കൂടിയ 3 നിലയിലായി അതിവിശാലമായ ഒരു വലിയൊരു കെട്ടിടമാണ്. ഇപ്പോഴിവിടെ ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് വന്നിരുന്നു. സാറ് വിചാരിച്ചത് അതേതോ റിസോർട്ടാണെന്നാണ് എന്നോട് അങ്ങനെ പറഞ്ഞത്. റിസോർട്ടിനെ പോലും വെല്ലുന്ന വിധത്തിലുള്ള ഒരു നല്ലൊരു കെട്ടിടവും കുട്ടികൾക്ക് പഠിക്കുന്നതിന് വേണ്ടി എല്ലാ സൗകര്യങ്ങളുമുള്ള, എല്ലാ ചുറ്റുപാടുമുള്ള, അതായത് 4 ഫാൻ, നല്ല കാറ്റ്, നല്ല അന്തരീക്ഷം, പഠിക്കുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളുമുള്ള നല്ല 11 ക്ലാസ് മുറികളും. ഒരു അൺഎയ്ഡഡ് വിദ്യാലയത്തിനും ഇത്രയൊരു പ്രോത്സാഹനം അവർക്ക് കിട്ടത്തില്ല, ഒരു കാര്യത്തിനും കിട്ടത്തില്ല. അത്രത്തോളം ഓരോ കഴിവും പ്രോത്സാഹിപ്പിച്ച് അവനവനെ കൊണ്ട് ഒക്കുന്ന കാര്യങ്ങൾ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അവരെ ഓരോ പ്രവർത്തനങ്ങളിലും പങ്കെടുപ്പിക്കുന്നത്. എല്ലാ രക്ഷിതാക്കളുടെയും നിർദ്ദേശങ്ങളൊന്നും പാലിക്കാൻ പറ്റിയിട്ടില്ലെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയാം. സമയക്കുറവ് കൊണ്ടാണ്. ഇതിൽ ആദ്യമേ ക്ഷമ ചോദിക്കുന്നു. പിന്നെ ആശംസ എന്നതിലുപരി ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കാനായി എല്ലാവരുടെയും അനുഗ്രഹം വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ സ്കൂളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുട്ടികൾക്കുള്ള വികാസത്തിന് ഉതകും വിധമുള്ള പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത്. സീനിയർ അസിസ്റ്റന്റ് ജോമ വർഗീസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. കിഡ്സ് ഫെസ്റ്റിൽ പങ്കെടുത്തു. ഉച്ചഭക്ഷണം, പ്രഭാത ഭക്ഷണം, പ്രീ പ്രൈമറി ഉൾപ്പെടെ 349 കുട്ടികൾ ഉച്ചഭക്ഷണ പദ്ധതിയിൽ ഉൾപ്പെട്ടിരിക്കുന്നു. മുൻകൂട്ടി നിശ്ചയിച്ച മെനു അനുസരിച്ച് വിഭവസമൃദ്ധവും പോഷക സമൃദ്ധവുമായ ഉച്ചഭക്ഷണം നൽകി വരുന്നു. വിശേഷ ദിവസങ്ങൾ ഫ്രൈഡ് റൈസ്, പായസമടക്കം സദ്യ എന്നിവയും നൽകുന്നുണ്ട്. കൂടാതെ കുട്ടികളുടെ ജന്മദിനം ആഘോഷിക്കുന്ന രക്ഷിതാക്കൾ സ്കൂളിൽ കുഞ്ഞുങ്ങളോടൊപ്പം പായസം നൽകി ജന്മദിനം ആഘോഷിക്കാറുണ്ട്. കരവാളൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലക്ഷ്മി GS LSS വിജയികളെ ആദരിച്ചു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജിഷ മുരളി സബ് ജില്ലാതല പ്രതിഭകളെ ആദരിച്ചു. തുടർന്ന് SMC ചെയർമാൻ അജിത് കുമാർ ക്ലാസ് തല പ്രതിഭകളെ ആദരിച്ചു. ഈ പ്രാവശ്യത്തെ വെക്കേഷൻ 2 മാസം ഉണ്ടല്ലോ. 2 മാസത്തിൽ കൂടുതലുണ്ടെങ്കിൽ പറഞ്ഞ അനുസരിച്ചാണ്. 26 നടത്തിയതിന് 2 മാസത്തിൽ കൂടുതൽ, 60 ദിവസത്തിൽ കൂടുതലുണ്ട്. ഒരു 10 പുസ്തകമെങ്കിലും വായിക്കാത്ത ഒരു കുട്ടി നമ്മുടെ സ്കൂളിൽ ഏത് പുസ്തകം വായിച്ചത്? 3 പുസ്തകം വായിച്ചു. വെരി ഗുഡ്.
അപ്പൊ ഒരു 10 പുസ്തകം എന്ന് പറഞ്ഞാൽ 6 ദിവസത്തിൽ ഒരു പുസ്തകം. 60 ദിവസമാകുമ്പോൾ 6 ദിവസത്തിൽ ഒരു പുസ്തകം. ആ വായിക്കുന്ന പുസ്തകം വായിച്ചാൽ ഗുണം എന്താണെന്ന് അറിയാമോ? ഒത്തിരി സ്വപ്നം കാണുന്നത്. സിനിമ കണ്ടാൽ കിട്ടുന്ന സ്വപ്നമല്ല, ആ സിനിമയുടെ പുസ്തകം വായിച്ചത്. ശേഷം കലാസാഹിത്യവേദിയുടെ സാഹിത്യരത്ന അവാർഡ് ജേതാവും സംഗീത അധ്യാപികയുമായ ലീല ടീച്ചറിനെ കരവാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ലതിയമ്മ അനുമോദിച്ചു. തുടർന്ന് 2023 സാഹിത്യ വിഭാഗം കുഞ്ചൻ നമ്പ്യാർ അവാർഡ് നേടിയ കവയിത്രിയും അധ്യാപികയുമായ സവിതാ വിനോദിനെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജിഷ മുരളി ആദരിച്ചു. സ്കൂൾ തല കായിക താരങ്ങൾക്കുള്ള സമ്മാനദാനം കരവാളൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് യോഹന്നാൻകുട്ടി നിർവഹിച്ചു. ഈ ഗവൺമെന്റ് LPS യഥാർത്ഥത്തിൽ പ്രദേശത്തിന് ഒരു അനുഗ്രഹമായി തന്നെയാണ്. ഈ LPS കഴിഞ്ഞതിന് ശേഷമാണ് കരവാളൂർ AMM UPS പിന്നെ ഹൈസ്കൂൾ നടന്നതിന് ശേഷം ആദ്യം ആരംഭിക്കുന്ന വിദ്യാലയമാണ്. നമുക്കറിയാം ഇപ്പോൾ ഇവിടെ അതിമനോഹരമായ കെട്ടിടം ഇവിടെ സ്ഥിതി ചെയ്തു. ഈ കെട്ടിടത്തിന് യഥാർത്ഥത്തിൽ ഫണ്ട് അനുവദിച്ചത് അഖിൽസാറിനെ ഇന്ത്യക്കൊണ്ട് പറഞ്ഞുകൂടായിട്ട് പറയുന്നു. അധ്യാപകരായ വസന്തായൽ, രശ്മി TS, സ്കൂൾ ലീഡർ ആരവ് എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. ശരിക്കും ഇത് 2 ദിവസത്തെ പ്രോഗ്രാമാക്കിയാണ് നമ്മളിത് കണ്ടക്ട് ചെയ്യുന്നത്. ഇന്നലെ നടന്നത് പഠനോത്സവമാണ്. ഒരു വർഷം കുട്ടികൾ നേടിയ അവരുടെ കഴിവുകളെ അവരുടെ രക്ഷിതാക്കളുടെ മുന്നിലും പൊതുജനങ്ങളുടെ മുന്നിലും അവതരിപ്പിച്ച് കുഞ്ഞുങ്ങൾ നേടിയ നേട്ടങ്ങളെ കണ്ണിറച്ച് കാണാനുള്ള ഒരവസരമായിരുന്നു ഇന്നലെ നമ്മളിവിടെ ഒരുക്കിയിരുന്നത്. ഇന്നലെ ഈ പരിപാടിയെല്ലാം സമാപിച്ച് വീട്ടിലെത്തുമ്പോൾ മൊബൈൽ ഒന്ന് നോക്കുമ്പോൾ ഇവിടുത്തെ ഒരു പേരന്റ് ഒരു സ്റ്റാറ്റസ് ഇട്ടിരിക്കുന്നത് എന്നെ വളരെ സന്തോഷിപ്പിച്ചു. അതെന്താന്ന് വെച്ചാല് LPS കുട്ടികള് പോസിറ്റീവ് വൈബ് എന്നിട്ട് ഈ ഹാളിലെ മൊത്തം കുട്ടികൾ ഒരു പാട്ട് കേട്ട ആർത്ത് തിമിർക്കുന്ന ഒരു ചിത്രം കൂടി അതിനോടൊപ്പം പോസ്റ്റ് ചെയ്തിരുന്നു. ആ ഒരു രക്ഷിതാവ് തുടർന്ന് കുട്ടികളുടെ വ്യത്യസ്തമായ കലാപരിപാടികൾ അരങ്ങേറി. ഗ്രീൻ പ്രോട്ടോകോളുമായി ബന്ധപ്പെട്ട് സ്കൂൾ കുട്ടികൾ നടത്തിയ ദൃശ്യാവിഷ്കരണ സന്ദേശം മികവുറ്റതായിരുന്നു. കൂടാതെ ലഹരിവിരുദ്ധ സന്ദേശം നൽകുന്ന കുട്ടികളുടെ ഫ്ലാഷ് മോബും ശ്രദ്ധേയമായിരുന്നു. സ്റ്റാഫ് സെക്രട്ടറിയും അധ്യാപികയുമായ ചിത്ര മോഹൻ നന്ദി പറഞ്ഞു. റിപ്പോർട്ടർ സുനിൽ ജി, കരവാളൂർ. കൊട്ടാരക്കരയിൽ 1 രൂപയ്ക്ക് ബ്രാൻഡഡ് ടീഷർട്ട് 500 പേർക്ക്. വസ്ത്രങ്ങളിൽ വിലക്കുറവിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന വസ്ത്രമഹാത്ഭുതത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മാർച്ച് 9 തീയതി ശനിയാഴ്ച മുതൽ മാർച്ച് 11 തീയതി തിങ്കളാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും പർച്ചേസ് നടത്തുന്ന 500 ഉപഭോക്താക്കൾക്ക് വസ്ത്രമഹാത്ഭുതം ഓൾഡ് വീനസ് തിയേറ്റർ കോമ്പൗണ്ട് നിയർ ഗവൺമെന്റ് ഹോസ്പിറ്റൽ, ചന്തമുക്ക്, കൊല്ലം റോഡ്, കൊട്ടാരക്കര.